പാർലമെന്റ് അതിക്രമ കേസിൽ അറസ്റ്റിലായവരെ പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കി 15 ദിവസത്തെ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെട്ടു. സർക്കാർ നയത്തോടുള്ള എതിർപ്പാണ് പ്രതിഷേധത്തിന് കാരണമെന്നാണ് പിടിയിലായവർ പോലീസിന് മൊഴി നൽകിയത്. സംഘത്തിലെ പ്രധാനിയായ ലളിത് ഝായ്ക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ പ്രതിഷേധത്തിന് പദ്ധതിയിട്ടത് ലളിത് ഝായാണെന്നും പോലീസ് വ്യക്തമാക്കി. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, കസ്റ്റഡി ഇത്ര ദിവസത്തോളം ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ പോലീസ്. അപ്പം ഈ പ്രധാന പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇയാൾ എവിടെയാണ്, എന്താണ് ഇതിന് പിന്നിൽ എന്നതുൾപ്പെടെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണോ പോലീസിന്റെ പക്കലുള്ളത്? പൂജ, വ്യക്തമായിട്ടുള്ള സൂചന തന്നെ ലഭിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഈ ലളിത് ഝായെ പറ്റിയുള്ള വിവരം ലഭിക്കുന്നത് രാജസ്ഥാനിലെ നീരാംന എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെയാണ് ഇയാൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അതുകൂടാതെ നിലവിൽ കസ്റ്റഡിയിലുള്ള 4 പേരെയും അതുപോലെ തന്നെ ഈ അഞ്ചാമനായിട്ടുള്ള ഗുരുഗ്രാം സ്വദേശി, ഈ 5 പേരെയാണ് ഇപ്പോൾ കോടതിയിൽ, പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. 15 ദിവസത്തെ റിമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യാനും മറ്റു നടപടികളിലേക്കും കടക്കാനായിട്ട് തന്നെയാണ് ഇത്രയും ദിവസത്തെ ഒരു റിമാൻഡ് കാലാവധി പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പിടിയിലായിട്ടുള്ള 4 പേരുടെ മൊബൈൽ ഫോണുകൾ തട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ ലളിത് ഝാ കടന്നു കളഞ്ഞത് എന്നുള്ള കാര്യമാണ് ഈ നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. അത് ഈ പിടിയിലായവരുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുന്നു. അതായത് ഈ ലളിത് ഝായെ പിടികൂടി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും അയാളാണ് ഈ പാർലമെന്റ് ആക്രമണം ഡിസംബർ 13 എന്ന തീയതി തന്നെ നടത്താമെന്നുള്ള കാര്യമടക്കം പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാരണം എന്ത് എന്നുള്ള കാര്യങ്ങളടക്കം പോലീസിന് വ്യക്തമാകേണ്ടതുണ്ട്. അതെല്ലാം ലളിത് ഝായെ പിടികൂടിയാൽ മാത്രമേ സാധിക്കുള്ളൂ. അതല്ലാതെ മറ്റു കാര്യങ്ങൾ, ഈ പാർലമെന്റിനകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം ചെയ്തത് മനോരഞ്ജനാണ്. കഴിഞ്ഞ പാർലമെന്റ് സെഷനിലും, അതായത് ഈ വർഷകാല സമ്മേളനത്തിലും അതുപോലെ തന്നെ പഴയ പാർലമെന്റിൽ വെച്ച് നടന്ന ബഡ്ജറ്റ് സമ്മേളനത്തിലെല്ലാം തന്നെ അയാളും പാർലമെന്റിനകത്ത് വന്നിരുന്നു. അന്നാണ് സെക്യൂരിറ്റിയെ മറികടന്ന് എങ്ങനെ മുന്നോട്ട് പോകാം, ഈ ഷൂസിനകത്ത് കൊണ്ട് വെച്ച് ഈ സ്പ്രേ കാനിസ്റ്റേഴ്സ് വെച്ച് എളുപ്പത്തിൽ സെക്യൂരിറ്റിയെ പറ്റിച്ച് കടക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായതും. പിന്നീട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഏകദേശം ഒരാഴ്ചയോളമാണ് ഡൽഹിയിലെത്തി ഇവർ ഒരു പ്ലാനിങ് നടത്തുന്നതും അതിന് പിന്നാലെ ഇത്തരത്തിലൊരു അതിക്രമത്തിലേക്ക് കാര്യങ്ങളെല്ലാം നടത്തിയത്. 1.5 വർഷം നീണ്ട പ്ലാനിങ് തന്നെ ഈ ഒരു അതിക്രമത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഭീകര സംഘടനയായിട്ടോ അതല്ലെങ്കിൽ മറ്റ് ഈ നേരത്തെ 2001 നടന്ന പാർലമെന്റ് ആക്രമണമായിട്ടോ ഒന്നും തന്നെ ഈ ഒരു കാര്യത്തിന്, ഈ ഒരു പ്രതിഷേധത്തിന് ബന്ധമില്ല. തീർച്ചയായിട്ടും കടുത്ത ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ 6 പേരെയും ഏകോപിപ്പിച്ച് അവർക്ക് ഒരുമിച്ച് ഈ ഇത്തരത്തിൽ പാർലമെന്റിനകത്ത് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ അത് തന്നെയാണ് എന്നുള്ള കാര്യം ഇവരുടെ മൊഴിയിൽ നിന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നതും. റിമാൻഡിൽ ലഭിച്ചു കഴിഞ്ഞാൽ, ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം തന്നെയായിരിക്കും പോകുക. പക്ഷേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ലളിത് ഝാ കൂടി അറസ്റ്റിലാവേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നു. ശരി, പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. അതോടൊപ്പം തന്നെ പ്രധാന പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.